ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ലുലുവിൽ ചക്ക വാങ്ങിക്കാൻ പോയപ്പോൾ പറ്റിയൊരു അബദ്ധം നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നതാണ് നിങ്ങൾ പ്രത്യേക അബദ്ധം എന്ന് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ പോയി കാണിച്ചു കൂട്ടുന്ന മൊത്തത്തോടെ അബദ്ധമാണ് ഞങ്ങൾക്ക് മനസ്സിലായി എന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതുതന്നെ ചക്കയോടുള്ള ആക്രാന്തം മൂത്ത് ലുലുവിൽ പോയതാണ്. ചക്ക ഞെക്കിയും മണത്തും പിച്ചിയും ഒക്കെ നോക്കി സകലമാന ടെസ്റ്റും കഴിഞ്ഞ് ഞാൻ വാങ്ങിച്ചതാണ് ഒരു ചക്ക. വീട്ടിൽ വന്ന് പൊളിച്ചു നോക്കിയപ്പോൾ അത് പഴുത്തിട്ട് പോയിട്ട് പച്ചയ്ക്ക് പോലും കൊള്ളത്തില്ലായിരുന്നു. പിഞ്ചെന്ന് പറഞ്ഞാൽ കക്കാശിന് കൊള്ളില്ലാത്ത ചക്ക. നമ്മൾ വീട്ടിൽ ആക്രാന്തം കാണാൻ നമ്മൾ ഒന്നുകൂടെ ലുലുവിൽ പോയി വേറൊരു ചക്കയും കൂടെ വാങ്ങിച്ചു. അതും സെയിം അവസ്ഥ തന്നെ, ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. അതുകൊണ്ട് ലുലുവിൽ പോയി ചക്ക വാങ്ങിക്കുന്നതോടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇന്ത്യൻ ചക്ക ഒഴിച്ച് ബാക്കി ഏത് കൺട്രിയുടെ ചക്കയും വാങ്ങിച്ചു കുഴപ്പമില്ല. തായ്ലൻഡിൻ്റെയും വിയറ്റ്നാമിൻ്റെ ഒക്കെ നമ്മൾ വാങ്ങിച്ചു നോക്കി കുഴപ്പമില്ലായിരുന്നു, കഴിക്കായിരുന്നു. ഈ ഒരു ചക്കയുടെ വില ഉണ്ട് 140 ദിർഹംസ് എന്ന്. ഞാൻ ഒരു അരമുറി ചക്കയ്ക്ക് നാട്ടിലെ 3400 രൂപ എടുത്ത്. എൻ്റെ പൊന്നു ദൈവമേ, എനിക്കൊന്ന് ചക്കയുടെ മാത്രമല്ല അത് കായ്ച്ച പ്ലാവിൻ്റെയും അത് നിൽക്കുന്ന 2 സെൻറ്റ് സ്ഥലത്തിൻ്റെയും കൂടെ വില ഒത്തിരി എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എനിവേ ഞങ്ങൾക്കുള്ള പണി വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നു.